ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6-ലെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു. നമ്മൾ ആ താഴോട്ടുള്ള സിലബസിലെ താഴോട്ടുള്ള ബാക്കി പോർഷൻസ് ഒക്കെ ആയിരുന്നു നോക്കിയത്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എയർപോർട്ടിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനായ റൺവേയുടെ ഓറിയൻറ്റേഷനും അതേപോലെ തന്നെ അതിൻ്റെ കറക്ഷൻ, അതിൻ്റെ ലെന്തിൽ നമ്മൾ ചെയ്യുന്ന കറക്ഷൻസ് എങ്ങനെയാണ്, മീൻസ് ഫൈനലി ആ ലെന്ത് ഓഫ് ദി റൺവേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നോക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് കൂട്ടി ഒരു 3 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പം നമുക്ക് അതിലെ റൺവേ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Okay, the overall arrangement of various components of an airport is highly depending on the number and orientation of runway. Okay, അപ്പം ഒരു എയർപോർട്ടിലെ ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അവിടെയുള്ള റൺവേയുടെ ഓറിയൻറ്റേഷനും റൺവേയുടെ എണ്ണവും വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ എന്ന് പറയുന്നത് ഈസ് ദി ഡയറക്ഷൻ ഓഫ് റൺവേ എലോങ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇറ്റ്സ് പൊസിഷനിങ് വിത്ത് റെസ്പെക്ട് ടു ദി ഡയറക്ഷൻ ഓഫ് വിൻഡ് പ്രിവെയിലിംഗ് അറ്റ് ദി എയർപോർട്ട് സൈറ്റ്. ഓക്കെ, അപ്പം ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റൺവേയുടെ ലെന്തിൻ്റെ ആ ഒരു ഡയറക്ഷനും അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ ഓഫ് വിൻഡ് എങ്ങനെയാണ് ഈ പറയുന്ന റൺവേ നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം FAA ആൻഡ് ICAO ഈ പറയുന്ന റൺവേ ഓറിയൻറ്റേഷന് വേണ്ടി കുറച്ച് റൂൾസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എയർപോർട്ട് സൈറ്റിൽ റൺവേ ഓറിയൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് റൺവേസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി വോളിയം ഓഫ് എയർ ട്രാഫിക്. ഓക്കെ, അപ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള എയർ സ്പേസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ വോളിയം അനുസരിച്ചായിരിക്കും നമ്മൾ എന്തുമാത്രം റൺവേ വെക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ദ ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ വിൽ ഡിപ്പെൻഡ് ഓൺ വിൻഡ് ഡയറക്ഷൻ ആൻഡ് സംടൈംസ് ഓൺ ദി എക്സ്റ്റെൻഡ് ഏരിയ അവൈലബിൾ ഫോർ ദി എയർപോർട്ട് ഡെവലപ്മെന്റ്. ഓക്കെ, in general, the arrangement of runway and the connecting taxiways should comply with the following condition. Okay, അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം കണ്ടീഷൻസ്. ഒന്ന്, ടു അവോയ്ഡ് ഡിലേ ഇൻ ദി ലാൻഡിംഗ്, ടാക്സിങ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൺവേയും ടാക്സിവേയും കണക്ട് ചെയ്യുന്നത്, ഈ റൺവേനെ കണക്ട് ചെയ്ത് ടാക്സിവേ ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അധികം ഡിലേ വരാത്ത രീതിയിൽ, ലാൻഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മൂവ്മെന്റ് ടാക്സിയും കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ടേക്ക് ഓഫിന് പോകുന്നതിന് മുന്നേ ആണെങ്കിലും ഒത്തിരി ദൂരം ഇവർ തമ്മിൽ കാണാൻ പാടില്ല. ടു കോസ് ദി ലീസ്റ്റ് ഇൻറ്റർഫറൻസ് ഇൻ ലാൻഡിങ്, ടാക്സിങ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ. അധികം ഇൻറ്റർഫറൻസ്, വേറൊരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലുള്ള ഇന്റർഫറൻസ് ഒന്നും അധികം ഉണ്ടാകാത്ത രീതിയിൽ വേണം ഇതിന്റെ അറേഞ്ച്മെന്റ്, ഈ പറയുന്ന റൺവേയുടെയും ടാക്സിവേയുടെ അറേഞ്ച്മെന്റ് കൊടുക്കാൻ. ടു റെഡ്യൂസ് ദി ടാക്സിങ് ഡിസ്റ്റൻസ് പോസിബിൾ ഫ്രം ദി ടെർമിനൽ ഏരിയ ടു ദി എൻഡ് ഓഫ് ദി റൺവേ. ഓക്കെ, ഈ ടെർമിനൽ ഏരിയയിൽ നിന്ന് റൺവേയുടെ എൻഡ് വരെ നമ്മൾ ടാക്സിവേ കൂടെ ആണല്ലോ പോകുന്നത്. അപ്പം അതിന്റെ ഒരു ദൂരം എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന അത്രയും കുറയ്ക്കുക. ഓക്കെ, ആ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും റെഡ്യൂസ് ചെയ്യണം. അതനുസരിച്ച് വേണം അറേഞ്ച്മെന്റ് വരാൻ. അടുത്തത്, ടു മേക്ക് പ്രൊവിഷൻ ഫോർ അഡ്വക്കേറ്റ് ടാക്സിവേ. ഓക്കെ, ആവശ്യത്തിന് ടാക്സിവേ കിട്ടുന്നുണ്ടോ അതനുസരിച്ച് വേണം ഈ പറയുന്ന അറേഞ്ച്മെന്റ്, അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻസ് വരാൻ. ടു പ്രൊവൈഡ് അഡ്വക്കേറ്റ് സെപ്പറേഷൻ ഇൻ ദി എയർ ട്രാഫിക് പാറ്റേണിലും സെപ്പറേഷൻ വേണം. എന്ന് വെച്ചാൽ ലാൻഡിങ്ങിന് വന്ന ഒരു എയർക്രാഫ്റ്റും അതുപോലെ തന്നെ ചിലപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ടേക്ക് ഓഫിന് ഒരു എയർക്രാഫ്റ്റ് വരുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ ആവശ്യത്തിനുള്ള സെപ്പറേഷൻ വേണം. ഓക്കെ, ഈ ലാൻഡ് ചെയ്തത് ആ ഒരു റൺവേയിൽ വന്നു, അതൊന്ന് തിരിച്ച് ടാക്സിവേയുടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മാത്രമേ ടേക്ക് ഓഫ് ചെയ്യാനുള്ളത് കയറി വരാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ആവശ്യത്തിനുള്ളത് കൊടുക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ്. According to ICAO അല്ലെങ്കിൽ International Civil Aviation Organization, a runway is defined as a rectangular area on a land aerodrome prepared for എന്തിനൊക്കെയാണ്, ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഓഫ് എയർക്രാഫ്റ്റ്. ഓക്കെ, അപ്പം റൺവേ ഓറിയൻറ്റേഷൻ is defined as the process of fixing the മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി സെൻട്രൽ ലൈൻ ഓഫ് ദി റൺവേ. അത്രേ ഉള്ളൂ, റൺവേയുടെ സെൻട്രൽ ലൈനിന്റെ മാഗ്നറ്റിക് ബിയറിംഗ് ഫിക്സ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ട്, അവിടുത്തെ വിൻഡിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന സെൻട്രൽ ലൈനെ ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ റൺവേ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഡാറ്റ റിക്വയർഡ് ഫോർ റൺവേ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒന്ന്, മാപ്പ് ഓഫ് ഏരിയ ആൻഡ് കോണ്ടൂസ്. രണ്ടാമത്തത് വിൻഡ് ഡാറ്റ വേണം. അതേപോലെ തന്നെ ഫോഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഏരിയ വേണം. ഓക്കെ, അപ്പം മാപ്പ് ഓഫ് ആ ഒരു ഏരിയ ആൻഡ് അവിടുത്തെ കോണ്ടൂർ മാപ്പ് ഒക്കെ വേണം. എന്തിനാന്ന് വെച്ചാൽ ടു എക്സാമിൻ ദി ഫ്ലാറ്റ്നെസ് ഓഫ് ദി ഏരിയ ആൻഡ് ദി പോസിബിൾ ചേഞ്ചസ് ഇൻ ദി ലോങ്ങിറ്റ്യൂണൽ പ്രൊഫൈൽ സോ ആസ് ടു കീപ് ദം വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റിനുള്ളിൽ ബാക്കി വാല്യൂസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയും അവിടുത്തെ ഏരിയയുടെ ഫ്ലാറ്റ്നെസ് ഒക്കെ അറിയാൻ വേണ്ടിയും മാപ്പ് ഏരിയയും കോണ്ടൂർ മാപ്പൊക്കെ വേണം. അടുത്തത് വിൻഡ് ഡാറ്റ വേണം. വിൻഡ് ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു എയർപോർട്ടിന്റെ അടുത്ത് ആ ഒരു വിസിനിറ്റി ഏരിയയിൽ
ഉള്ള വിൻഡിൻ്റെ ഡയറക്ഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി അറിയണം. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നത് വിൻഡ് റോസ് ഡയഗ്രാം എന്നൊരു ഡയഗ്രത്തിൽ നിന്നാണ്. ഓക്കെ, വിൻഡ് റോസ് ഡയഗ്രാം എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് കാണാം. ഓക്കെ, അപ്പം മാപ്പ് ഓഫ് ദി ഏരിയ വേണം, വിൻഡ് ഡാറ്റ വേണം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫോഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു ഏരിയയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഫോഗ് എങ്ങനെയാണ്, എന്തുമാത്രം ഉണ്ടാകുന്നുണ്ട്, അത് നമ്മുടെ വിസിബിലിറ്റിനെ ബാധിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ മൂവിങ് ഓൺ ടു വിൻഡ് ഡാറ്റ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് അതിനെപ്പറ്റി പറയാൻ പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹെഡ് വിൻഡ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഹെഡ് ഓർ നോസ് ഓഫ് ദി എയർക്രാഫ്റ്റ് വൈൽ ലാൻഡിങ് ഓർ ടേക്ക് ഓഫ് ഈസ് ടേംഡ് ആസ് ഹെഡ് വിൻഡ്. ഓക്കെ, എന്താണ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, എയർക്രാഫ്റ്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇപ്പൊ എയർക്രാഫ്റ്റ് അങ്ങോട്ടാ പോകുന്നെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് പോവാണ്, അപ്പം അതിന്റെ ഹെഡ് പോർഷൻ ഇതാണല്ലോ അല്ലെങ്കിൽ നോസ് പോർഷൻ ഇതാണല്ലോ, അങ്ങോട്ട് അടിക്കുന്ന ആ ഒരു വിൻഡ് ബ്ലോനെ, ആ വിൻഡിനെയാണ് നമ്മൾ ഹെഡ് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം ലാൻഡ് ചെയ്യുമ്പോഴാണേലും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വിൻഡിനെ ഹെഡ് വിൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ലാൻഡ് ചെയ്യുവാന്ന് വെച്ചോ, ആ സമയത്തും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വിൻഡിനെ നമുക്ക് ഹെഡ് വിൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഹെഡ് വിൻഡിന്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് ബ്രേക്കിംഗ് എഫക്ട് വൈൽ ലാൻഡിങ്. ഓക്കെ, ലാൻഡ് ചെയ്ത് വരുന്ന ഒരു എയർക്രാഫ്റ്റിന് ഒരു ബ്രേക്കിംഗ് എഫക്ട് തരികയും, ഇനി എന്താണ് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിനൊരു ഗ്രേറ്റർ ലിഫ്റ്റ്, അതിന്റെ വിങ്സിന് ഒരു ലിഫ്റ്റ് തരികയും ചെയ്യും. എന്ത്, ഈ പറയുന്ന ഹെഡ് വിൻഡ്. അതാണ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് വിൻഡ്. അടുത്തത് ടെയിൽ വിൻഡ്. ഓക്കെ, ടെയിൽ വിൻഡ് എന്താന്ന് വെച്ചാൽ ദ വിൻഡ് ബ്ലോയിങ് ഇൻ സെയിം ഡയറക്ഷൻ ആസ് ലാൻഡിങ് ഓർ ടേക്ക് ഓഫ് എയർക്രാഫ്റ്റ്. ഓക്കെ, ലാൻഡ് ചെയ്ത് വരുന്ന എയർക്രാഫ്റ്റ് ഇതിപ്പോൾ ലാൻഡ് ചെയ്യുവാണ്, അപ്പൊ അതിന്റെ ഡയറക്ഷനിൽ തന്നെ അടിക്കുന്ന വിൻഡ് ഉണ്ടാവുമല്ലോ, ആ സൈഡിൽ നിന്ന് തന്നെ സെയിം ഡയറക്ഷനിൽ തന്നെ, അതിനാണ് നമ്മൾ ടെയിൽ വിൻഡ് എന്ന് പറയുന്നത്. കാര്യം ടെയിലിന് അങ്ങോട്ടാണ് വരുന്നത്. അതേപോലെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ അതിന്റെ സെയിം ഡയറക്ഷനിൽ ബ്ലോ ചെയ്യുന്ന വിൻഡിനെ നമുക്ക് ടെയിൽ വിൻഡ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് പുഷസ്, അപ്പൊ അതിന്റെ യൂസ് പറയുവാണ്, ഇറ്റ് പുഷസ് ഫ്രം ദി ബാക്ക് ദസ് ഇൻക്രീസിങ് സ്റ്റോപ്പ് ഡിസ്റ്റൻസ് ഓർ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം എന്താണ് അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആണെങ്കിൽ അതൊരു ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ പറയുന്ന ലാൻഡ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ആ സ്റ്റോപ്പ് ഡിസ്റ്റൻസ് കൂട്ടാനും ഈ പറയുന്ന എന്താണ് ടെയിൽ വിൻഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഹെഡ് വിൻഡും പറഞ്ഞു, ടെയിൽ വിൻഡും പറഞ്ഞു. അടുത്തതാണ് ക്രോസ് വിൻഡ്. ഓക്കെ, ക്രോസ് വിൻഡ് അതെന്താന്ന് വെച്ചാൽ ദ ട്രാൻസ്വേഴ്സ് കമ്പോണന്റ് ഓഫ് ദി വിൻഡ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് ദി ഡയറക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് മൂവ്മെന്റ് ഈസ് നോൺ ആസ് ക്രോസ് വിൻഡ്. എന്താണ്, നമ്മുടെ എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ്, ഇതിപ്പോൾ റൺവേ എന്ന് വെച്ചോ, എയർക്രാഫ്റ്റ് ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്യാണ്, അപ്പൊ അതിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് 90 ഡിഗ്രിയിൽ വന്ന് ബ്ലോ ചെയ്യുന്ന വിൻഡിനെ നമുക്ക് ക്രോസ് വിൻഡ് എന്ന് പറയാം. അപ്പം വിൻഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാന്ന് വെച്ചോ, അപ്പൊ അതിന്റെ ക്രോസ് വിൻഡ് കമ്പോണന്റ് നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ടും വരും, ഈ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വരും, ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വരും അല്ലെ. അപ്പം ഈ വി എന്നൊരു വെലോസിറ്റി ഉള്ള ഒരു വിൻഡിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഗ്രി മേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഡയറക്ഷനിൽ തന്നെ വി കോസ് തീറ്റയും അതിന് ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ട് വരുമ്പോൾ വി സൈൻ തീറ്റയും വരും. ഓക്കെ, ആ വി സൈൻ തീറ്റ എന്നൊരു വാല്യൂ ആണ് ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രോസ് വിൻഡ് കമ്പോണന്റിന്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റിന് ഈ റൺവേ കൂടെ സേഫ് ആയിട്ട് മാന്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റായക വരും. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ നോക്കുന്നത് ക്രോസ് വിൻഡ് കമ്പോണന്റ് ആ ഒരു ചെറിയ വാല്യൂ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു സ്ഥലത്തെ ക്രോസ് വിൻഡ് കമ്പോണന്റ് എങ്ങനെയുണ്ട്, ഭയങ്കര വാല്യൂ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ആ റൺവേ അങ്ങനെ ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ ക്രോസ് വിൻഡ് കമ്പോണന്റ് ചെക്ക് ചെയ്യണം. Excessive crosswind component might even veer off the aircraft away from the runway, thus restricting the use of runway under such condition. നമുക്ക് ആ റൺവേ യൂസ് ചെയ്യാനേ പറ്റത്തില്ല. അവിടുന്ന് ആ സൈഡിൽ നിന്ന് ആ എയർക്രാഫ്റ്റ് അങ്ങ് വിട്ടുപോകാൻ ആ ഒരു അത്രയും കാറ്റുകൊണ്ട് ആ ഒരു ചാൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പം ഫോർ ലൈറ്റ് ആൻഡ് മീഡിയം വെയിറ്റ് എയർക്രാഫ്റ്റ്, ഓക്കെ, ലൈറ്റ് ആൻഡ് മീഡിയം വെയിറ്റ് എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ദ ക്രോസ് വിൻഡ് കമ്പോണന്റ് ഷുഡ് നോട്ട് എക്സീഡ് 25 km/h. 25 km/h അതിൽ കൂടാൻ പാടില്ല. എന്ത്, ക്രോസ് വിൻഡ് കമ്പോണന്റ്. ഓക്കെ, ഇനി അടുത്ത ടേം ആണ് വിൻഡ് കവറേജ്. ഓക്കെ, ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ ഡ്യൂറിംഗ് വിച്ച് ദ ക്രോസ് വിൻഡ് കമ്പോണന്റ് ഈസ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് പെർമിസിബിൾ ലിമിറ്റ്. എത്രയായിരുന്നു ലിമിറ്റ്? 25 km/h. ഓക്കെ, അതിനെയാണ് അപ്പം ഒരു വർഷത്തിലെ എത്ര പ്രാവശ്യം, അതിന്റെ ഒരു പെർസെൻറ്റേജിനെയാണ് എത്ര പ്രാവശ്യം 25 km/h തന്നെയാണ് ക്രോസ് വിൻഡ് കമ്പോണന്റ് ഇരിക്കുന്നത്
അതിനെയാണ് നമ്മൾ വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. അപ്പം മിനിമം നമ്മൾ പറഞ്ഞിരിക്കുന്ന വിൻഡ് കവറേജ് എന്ന് പറയുന്നത് ഒരു എയർപോർട്ടിൽ 95% ആയിരിക്കണം എന്നാണ്. ഓക്കെ, 95%ഓളം ടൈമും ആ ഒരു ഏരിയയിൽ എന്താണ് ക്രോസ് വിൻഡ് കമ്പോണന്റ് 25 km/h അടുത്ത ടേമാണ് കാം പീരിയഡ്. ദിസ് ഇസ് ദി പീരിയഡ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ. അതേപോലെ തന്നെയാണ് ഡ്യൂറിംഗ് വിച്ച് വെലോസിറ്റി ഈസ് ലെസ് ദാൻ സ്റ്റിപ്പുലേറ്റഡ് മിനിമം വാല്യൂ. ഓക്കെ, അവിടുത്തെ വെലോസിറ്റി, വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് 6 km/h ആയിരിക്കും. ആ 6 km/h ഉള്ളിലായിരിക്കും. അത് ആ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിനെയാണ് നമ്മൾ കാം പീരിയഡ് എന്ന് പറയുന്നത്. ദിസ് ഹാവ് എ നെഗ്ലിജിബിൾ എഫക്ട്. അധികം എഫക്ട് ഈ ഒരു ടേമിനില്ല. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു വിൻഡ് റോസ് ഡയഗ്രാം. ഞാൻ പറഞ്ഞിരുന്നു വിൻഡ് ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ വിൻഡ് റോസ് ഡയഗ്രാം വേണ്ടി വരും എന്നുള്ളത്. അപ്പം ഈ വിൻഡ് റോസ് ഡയഗ്രാം 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 2 അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്പ് 1 നമ്മൾ ഷോ ചെയ്യുന്നത്, കാണിക്കുന്നത് വിൻഡിന്റെ ഡയറക്ഷനും ഡ്യൂറേഷനും ആയിരിക്കും. ടൈപ്പ് 2 നമ്മൾ വിൻഡിന്റെ ഡയറക്ഷനും ഡ്യൂറേഷനും അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് വിൻഡും എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതെങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാന്ന് നോക്കാം. വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വിൻഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ മിനിമം 8 ഡയറക്ഷനാണ് നമ്മൾ പറയുന്നത്. 8 ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഡയറക്ഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇനി കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് അങ്ങനെ പറയാമല്ലോ. വെസ്റ്റ് ഓഫ് നോർത്ത് അങ്ങനെ നമുക്ക് പറയാം. അതിനെ കുറച്ചും കൂടെ ഒന്ന് പ്രിസൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റ് അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഞാൻ അതിന്റെ ഫിഗർ കാണിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമുക്ക് മിനിമം 8 ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിമം കിട്ടാൻ വേണ്ടി 16 ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡാറ്റ ഇൻക്ലൂഡ്സ് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ ഈച്ച് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇതിലെ ഡാറ്റ എന്ന് പറയുന്നത് ഒന്ന് ഓരോ ഡയറക്ഷനിലും ഉള്ള ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ടൈം, ആ വിൻഡിന്റെ വാല്യൂ. ഓക്കെ, അതിന്റെ ആ പെർസെൻറ്റേജ് ഓഫ് ടൈം കാണും, ഓരോ ഡയറക്ഷനിലുള്ളത് കാണും. പിന്നെ കോൺസെൻട്രിക് സർക്കിൾസ് കാണും, ആർ ഡ്രോൺ ടു സ്കെയിൽ അക്കോർഡിംഗ് ടു ദി പെർസെൻറ്റേജ് ഓഫ് ടൈം വിൻഡ് ഈസ് ബ്ലോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിനകത്ത് കുറച്ച് സർക്കിൾസ് കാണും, കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് കാണും. അത് ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിൽ, ഇപ്പം നമ്മൾ 16 ഡയറക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ ഡയറക്ഷനിൽ വിൻഡ് ബ്ലോ ചെയ്യുന്നതിന്റെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പർട്ടിക്കുലർ സ്കെയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഫിഗർ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതാണ് വിൻഡ് റോസ് ഡയഗ്രത്തിന്റെ ഏറ്റവും ബേസിക്, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങളേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ആദ്യമേ നമ്മളിങ്ങനെ വട്ടം വരയ്ക്കും. ഓക്കെ, ഈ സർക്കിൾസ് വരയ്ക്കും. അതിൽ നമ്മൾ സർക്കിൾസ് അങ്ങനെ വരച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല 16 ഡിവൈഡ് ചെയ്യുന്നത്. നോർത്തായിട്ട്, പിന്നെ നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റ്, പിന്നെ നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്, പിന്നെ ഈസ്റ്റ് ആയി, പിന്നെ ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഓഫ് സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഓഫ് സൗത്ത് വെസ്റ്റ്, അങ്ങനെ കറങ്ങിയാൽ തിരിച്ച് നോർത്തിലോട്ട് തന്നെ വരും. അങ്ങനെ 16 ഡയറക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഇത് തന്നിരിക്കുന്ന ഒരു വാല്യൂ ആണെന്ന് വെച്ചോ, ഡാറ്റ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചോ, അത് വെച്ചിട്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓരോ ഡയറക്ഷനിലും ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ പെർസെൻറ്റേജ് ഓഫ് ടൈമാണ്. അപ്പം നോർത്ത് ഡയറക്ഷനിൽ ഒരു വർഷം 6% ഓഫ് ടൈമും വിൻഡ് ബ്ലോ ചെയ്തു. അടുത്തത് നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റിൽ 11% ഓഫ് ടൈമും വിൻഡ് ബ്ലോ ചെയ്തു. നോർത്ത് ഈസ്റ്റിൽ എന്താണ് 8% ഓഫ് ടൈം. അങ്ങനെ പെർസെൻറ്റേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇവർ ടോട്ടൽ 90 ഈ വാല്യൂ എല്ലാം കൂട്ടി നമുക്ക് 90% എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ സർക്കിൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സർക്കിൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. കാര്യം ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ 15 ആണ് അല്ലേ. അപ്പം നമുക്കൊരു 16 വരുന്ന രീതിയിൽ സർക്കിൾ നിർത്തണം. അപ്പം നമുക്ക് പല സർക്കിൾസ്, കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കണം ഇത് പ്രോപ്പറായിട്ട് വരച്ച് പോകണമെങ്കിൽ. അപ്പം നമ്പർ ഓഫ് സർക്കിൾസ് കൂടുന്നതോറും അതിന്റെ ഒരു ഫിഗറിന്റെ ഒരു ആക്യുറസി കൂടും. അപ്പം നമ്മൾ 16 ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ 16 ലാസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പം 16 വരുന്നെങ്കിൽ ഒരു 4 സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആദ്യത്തേന് 4, നമ്മൾ സ്കെയിലാണ് വരയ്ക്കുന്നത്. അപ്പം ജസ്റ്റ് വിചാരിക്കാൻ 4 സെന്റിമീറ്റർ ആദ്യത്തേന് വെച്ചു, ഡയമീറ്റർ വെച്ചിട്ട് വരച്ചു. അടുത്തത് 8, 12, 16 അങ്ങനെ വരയ്ക്കാമല്ലോ അല്ലേ. അപ്പം ആ സ്കെയിലിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം. അപ്പം ആദ്യത്തെ നമ്മൾ 4 സെന്റിമീറ്റർ ഇവിടെ സെന്റർ ആക്കി വരച്ചു. അടുത്ത് ഇവിടുന്ന് 8 സെന്റിമീറ്റർ ആക്കി വരച്ചു, 12 സെന്റിമീറ്റർ വെച്ച് വരച്ചു, 16 സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് ഇതിലെ നമ്മുടെ ഒരു മാക്സിമം വാല്യൂ എത്തുന്ന രീതിയിൽ നമ്മൾ
വരച്ചു, സർക്കിളെല്ലാം വരച്ചു. പല കളറിൽ കാണിച്ചത് അത് പെട്ടെന്നൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് പെൻസിലൊക്കെ വെച്ചല്ലേ വരയ്ക്കുന്നത്, അപ്പോൾ അധികം കളറൊന്നും കൊടുക്കില്ല. അപ്പം നമ്മൾ ഇങ്ങനെ സർക്കിൾസ് വെച്ചു, കോൺസെൻട്രിക് സർക്കിൾസ് ബേസ്ഡ് ഓൺ ഈ തന്നിരിക്കുന്ന ടൈമിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ വെച്ചിട്ട് നമ്മൾ വരച്ചു. അടുത്ത് എന്താണ് കാണിക്കേണ്ടത്, വരയ്ക്കേണ്ടത് എന്താണ്, നമുക്ക് ഇനി ഈ പറയുന്ന ഡയറക്ഷൻസ് വരയ്ക്കണം അല്ലേ. അപ്പം ആദ്യമേ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് ഇങ്ങനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും വരച്ചു. അതിനെ നമുക്ക് നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും എന്ന് മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. അതിന് നമ്മൾ അടുത്ത സാധാരണ മാർക്ക് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ പകുതിയിലായിട്ട് ഇത് വരയ്ക്കുക. അങ്ങനെ 16 ഡയറക്ഷൻസും വരയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഇത് തമ്മിലുള്ള ആംഗിൾ 22.5 ഡിഗ്രി ആയിരിക്കണം. അത് വെച്ചിട്ട് അങ്ങ് വരച്ച് പോയാൽ കറക്റ്റ് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സർക്കിൾ വരയ്ക്കുക, ഡയറക്ഷൻസ് വരയ്ക്കുക. ഓക്കെ, അത്രയും വരയ്ക്കുക. അതാണ് ബേസിക്. ഇത്രയായി. ഇപ്പം വിൻഡ്രോസ് ഡയഗ്രത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ the total percentage in each direction is marked on the radial line drawn in that direction. ഇവിടുത്തെ റേഡിയൽ ലൈൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം അല്ലേ, ഇതൊക്കെയാണ് റേഡിയൽ ലൈൻസ്. ഇതിൽ എന്ത് മാർക്ക് ചെയ്യുന്ന പറഞ്ഞത്, ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ടൈം, ടോട്ടൽ പെർസെൻറ്റേജ് ഇനി ഓരോ ഡയറക്ഷനിലുള്ള പെർസെൻറ്റേജിന്റെ വാല്യൂ നമുക്ക് ആ ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ ആ റേഡിയൽ ലൈനിൽ ഓരോ പർട്ടിക്കുലർ ഡയറക്ഷനിലും പോയിട്ട് ആ റേഡിയൽ ലൈനിൽ മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്തെടുക്കും, ദീസ് points on radial lines are joined together to form a duration map. എന്നിട്ട് ആ ലൈനെല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യും. അപ്പം നമുക്കൊരു ഡ്യൂറേഷൻ മാപ്പ് കിട്ടും. എന്നിട്ട് അതിലെ ബെസ്റ്റ് ഡയറക്ഷൻ ഓഫ് റൺവേ ഈസ് ഇൻഡിക്കേറ്റഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ലോങ്ങസ്റ്റ് ലൈൻ ഓൺ ദി വിൻഡ്രോസ് ഡയഗ്രാം. ആ വിൻഡ്രോസ് ഡയഗ്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഡയറക്ഷൻ ഓഫ് റൺവേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫൈനലി ഈ ഒരു വിൻഡ്രോസ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് റൺവേ കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം വരയ്ക്കുന്നതും അതിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ഈ ഒരു ഫിഗറിൽ കാണിക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ സർക്കിൾസ് വരച്ചു, ഡയറക്ഷൻ കാണിച്ചു. ഇനി നമ്മൾ നേരത്തെ എന്താ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞത്, ഈ തന്ന ഡ്യൂറേഷൻ ഇതിൽ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കിയേ, നോർത്തിൽ എത്രയാണ് പെർസെൻറ്റേജ് 6. അപ്പം 6 എന്ന് പറയുമ്പോൾ ഇത് 4ലെ സർക്കിൾ അല്ലേ, അടുത്തത് 8ന്റെ സർക്കിൾ. അപ്പൊ അത് രണ്ടിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു വാല്യൂ വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് 4ന് കഴിഞ്ഞിട്ട് 8ന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് അങ്ങ് മാർക്ക് ചെയ്തു. അടുത്തത് എത്രയാണ്, നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റിൽ 11 എന്ന വാല്യൂ. അപ്പോൾ 12ന് തൊട്ട് താഴെയായിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് നോർത്ത് ഈസ്റ്റിൽ 8 ആണ്. അത് പ്രോപ്പർ കറക്റ്റ് ആ സർക്കിളിൽ വേണേ വരയ്ക്കാമല്ലോ, ആ ഒരു ലൈനിൽ വരയ്ക്കണം എന്നേ ഉള്ളൂ. അടുത്തത് ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റിൽ 4 ആണ് വാല്യൂ. അതും കറക്റ്റ് ആ സർക്കിളിൽ ആ ലൈനിൽ വരച്ചു. അങ്ങനെ ഈസ്റ്റിൽ എത്രയാണ്, 2 എന്ന് പറയുമ്പോൾ ഇതിന് തന്നെ ഇടയ്ക്കായിട്ട് വരും, അത് മറിച്ചു. അങ്ങനെ എല്ലാ പോയിന്റ്സിലും ഉള്ള വാല്യൂസ് നോർത്ത് തൊട്ട് നോർത്ത് ഓഫ് നോർത്ത് വെസ്റ്റ് വരെ ഉള്ളത് നമ്മൾ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. അടുത്ത എന്താ അവർ പറഞ്ഞത്, ഇനി ഈ ലൈൻസിനെല്ലാം സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്ത് പോവുക. ഓക്കെ, അതാണിത്. സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തൊക്കെ വന്നപ്പം ഇങ്ങനെ ഇരിക്കുവാണ്. ഇതാണ് അവിടുത്തെ ഡ്യൂറേഷൻ മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിന് ഈ ഒരു വിൻഡ് റോസ് ഡയഗ്രാം വന്നത് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു റോസ് ഷേപ്പ് പോലെ, പല മാപ്പ് വരയ്ക്കുമ്പോൾ പല ഷേപ്പ് വരും ഈ ഒരു ഫൈനൽ ഈ ഷേപ്പിന്. അപ്പൊ അത് വെച്ചിട്ടാണ് അവരിതിനെ വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ലോങ്ങസ്റ്റ് ലൈൻ കണ്ടുപിടിക്കാമല്ലോ. ലോങ്ങസ്റ്റ് ലൈൻ, അപ്പം ലോങ്ങസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇപ്പം നോക്കിയേ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നോക്കിയാൽ ഒരു ലെന്ത് കാണുമല്ലോ, നമുക്ക് സ്കെയിൽ വെച്ച് നോക്കിയാൽ ഒരു ലെന്ത് കാണും. അതേപോലെ നമുക്ക് ഈ ഒരു പോയിന്റും നോക്കിയാൽ ഒരു ലെന്ത് കാണും. ഈ ഫിഗറിലെ ഏറ്റവും ലോങ്ങസ്റ്റ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാമല്ലോ, സ്കെയിൽ വെച്ച് നോക്കാം. അപ്പം നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു ലൈനിലല്ലേ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ, നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റും സൗത്ത് ഓഫ് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനിൽ വരുന്ന ആ ലൈൻ അല്ലേ ഏറ്റവും ലോങ്ങസ്റ്റ്. ഓക്കെ, അപ്പം ആ ലൈൻ നമ്മൾ എന്താണ് ഇവിടുത്തെ നമ്മുടെ റൺവേയുടെ ഡയറക്ഷനായിട്ട് അങ്ങ് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ലൈൻ നമ്മൾ ജസ്റ്റ് ഒരു നന്നായിട്ട് ഡാർക്ക് ചെയ്തങ്ങ് മാർക്ക് ചെയ്യും അല്ലേ, നന്നായിട്ട് ഡാർക്ക് ചെയ്തങ്ങ് മാർക്ക് ചെയ്യും. അപ്പം അതാണ് വിൻഡ് റോസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയറക്ഷനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ആ ഒരു ഡയറക്ഷനാണ് നമ്മുടെ റൺവേ ആ ഒരു എയർപോർട്ട് സൈറ്റിൽ വരേണ്ടത്. കാരണം ആ എയർപോർട്ട് സൈറ്റിലെ വിൻഡിന്റെ ഡാറ്റ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്, അത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ കിട്ടുന്ന ഡയറക്ഷൻ നമ്മളങ്ങ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് ഉറപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ വേറൊരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. ഓക്കെ,
അതല്ലെങ്കിൽ വിൻഡ് കവറേജ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതിന് വിത്തിൻ ദി വാല്യൂ ആണോ നമ്മൾ നോക്കണം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡയറക്ഷന് അപ്പുറം ഇപ്പുറം ആയിട്ടുള്ള ഡയറക്ഷനുള്ള പെർസെൻറ്റേജ് ഓഫ് ടൈമുകൾ ചൂസ് ചെയ്യുക. അപ്പം ഇതാണല്ലോ നമ്മുടെ ഡയറക്ഷൻ. അപ്പം ഈ ഡയറക്ഷനും വേണം, അതിനപ്പുറം ഇവിടെ നോർത്തും ഇപ്പുറം നോർത്ത് ഈസ്റ്റും ആണ്. അപ്പം ആ വാല്യൂസ് ചൂസ് ചെയ്തു. അടുത്തത് ഈ സൈഡിൽ സൗത്ത് വെസ്റ്റും ഈ സൗത്ത് വെസ്റ്റും സൗത്തും, ആ 3 വാല്യൂ നമ്മൾ ചൂസ് ചെയ്തേ. അതാണ് പ്രത്യേകം അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ചൂസ് ചെയ്തു, ഇതെല്ലാം ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ടോട്ടൽ കവറേജ് ഇൻ ഓൾ ഡയറക്ഷൻ, അതായത് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് 90% കിട്ടിയല്ലോ. അപ്പോൾ അവിടുത്തെ കാം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100%. മൊത്തം 100% ഉണ്ട്. അതിൽ നിന്ന് ഈ ടോട്ടൽ കവറേജ് മൈനസ് ചെയ്താൽ 90 മൈനസ് ചെയ്താൽ ബാക്കി 10%. അതാണ് അവിടുത്തെ കാം പീരീഡ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ നമ്മൾ ബെസ്റ്റ് ഓറിയന്റേഷൻ ഓഫ് റൺവേ കണ്ടുപിടിച്ച ഏതാണ്? നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റും സൗത്ത് ഓഫ് സൗത്ത് വെസ്റ്റും. ഇനി നമ്മൾ വിൻഡ് കവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. വിൻഡ് കവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് ഇല്ലേ, ഈ 3 വാല്യൂസും പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കാം പീരീഡും, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വിൻഡ് കവറേജ് കണ്ടുപിടിക്കാൻ 6 + 11 + 8 + 8 + 15 + 10 പ്ലസ് ഇവിടുത്തെ കാം പീരീഡ്. കാര്യം വിൻഡ് കവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റൺവേ വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റും ഒരു കവറേജ് ഉണ്ടല്ലോ, വിൻഡിന്റെ ഒരു കവറേജ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ അപ്പുറം ഇപ്പുറം ഉള്ള ഡയറക്ഷനിലെ വിൻഡിന്റെ വാല്യൂ വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ഒരു കാം പീരീഡ് കൂടെ ആഡ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയത് 68% കിട്ടിയുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു എയർപോർട്ട് സൈറ്റിലെ വിൻഡ് കവറേജിന്റെ വാല്യൂ 95% ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 68% ഇസ് ലെസ് ദാൻ 95%. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഡയറക്ഷൻ സത്യം പറഞ്ഞാൽ നോട്ട് ഡിസൈറബിൾ ആണ്. എന്ന് വെച്ചാൽ അത് പോരാ. അവിടെ നമ്മൾ ബാക്കിയെല്ലാം വിൻഡ് ഡാറ്റ ഒക്കെ വെച്ച് നോക്കി ഏറ്റവും ലോങ്ങസ്റ്റ് വേ ഒക്കെ ആണെങ്കിൽ പോലും അത് ഇത് മാത്രം പോരാ. ആ ഒരു എയർപോർട്ടിൽ ആ ഒരു ഡയറക്ഷൻ മാത്രം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരത്തില്ല. ആ ഒരു ഡയറക്ഷൻ മാത്രം ഈ പറയുന്ന റൺവേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പോരായ്ക വരും. അപ്പം നമ്മൾ സെക്കൻഡറി ആയിട്ട് 1 or 2 റൺവേസ് വേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ കൊണ്ട് അങ്ങ് കംപ്ലീറ്റ് ആകുവാണ്. ജസ്റ്റ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1 വരയ്ക്കുന്നത് എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പം ഇത് ഇവിടെ കൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇത്രയും നോട്ട് ഡിസൈറബിൾ ആയി വന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തുന്നത് ഓക്കെ, അവിടെ നമുക്ക് സെക്കൻഡറി ആയിട്ട് റൺവേസിന്റെ ആവശ്യം വരും. അപ്പം നമ്മൾ ഒന്നും കൂടെ ആ ലോങ്ങസ്റ്റ് ലൈൻ കണ്ടുപിടിച്ചില്ലേ, അതും കഴിഞ്ഞ് അടുത്ത ലോങ്ങസ്റ്റ് ലൈൻ തൊട്ട് താഴെയുള്ള ലോങ്ങസ്റ്റ് ലൈൻ കണ്ടുപിടിച്ചു. അതിന്റെ ഈ പറയുന്ന പോലെ വിൻഡ് കവറേജ് കണ്ടുപിടിച്ചിട്ട് വിത്തിൻ ദി ലിമിറ്റ് വരുന്ന 1 or 2, അതും ചിലപ്പം സെയിം വരത്തില്ല, എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു 2 എണ്ണം കൂടെ കണ്ടുപിടിച്ചിട്ട് ഈ 3 എണ്ണവും ആ ഒരു എയർപോർട്ട് സൈഡിൽ കൊടുക്കണമെന്ന് നമുക്ക് ഫൈനൽ ഡിസിഷൻ പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ കേസ് 95%-നുള്ളിൽ 97 or 98 കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ, നമ്മൾ ആ കണ്ടുപിടിച്ച റൺവേ മതി, അല്ലെങ്കിൽ ആ ഒറ്റ റൺവേ മതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അത് പോരായ്ക വരും, കാര്യം അവിടുത്തെ ആ വിൻഡ് കവറേജിനുള്ളിൽ അത് നിൽക്കുന്നില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1 വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കോൺസെൻട്രിക് സർക്കിൾസ് ബേസ്ഡ് ഓൺ ആ പെർസെൻറ്റേജ് ഓഫ് വാല്യൂ വെച്ച് നമ്മൾ വരച്ചു. പർട്ടിക്കുലർ സ്കെയിലിൽ വരയ്ക്കുക. എന്നിട്ട് റേഡിയൽ ഡയറക്ഷൻസ് എല്ലാം 16 എണ്ണവും വരച്ചു. എന്നിട്ട് തന്നെ എടുക്കണം, കയ്യിലുള്ള ഡാറ്റയിലെ ആ വാല്യൂസ് ഓരോ ഡയറക്ഷനിലുള്ള വാല്യൂസ് മാർക്ക് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തു ആ പോയിന്റ്സിനെല്ലാം. അതിലെ ലോങ്ങസ്റ്റ് ലൈൻ കണ്ടുപിടിച്ചു. ലോങ്ങസ്റ്റ് ലൈനിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള വാല്യൂസും ആ വാല്യൂ അപ്പുറം ഇപ്പുറം ഉള്ള ഡയറക്ഷൻ പെർസെൻറ്റേജ് ഓഫ് ടൈമിന്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്തു. പ്ലസ് കാം പീരീഡ് എന്ന വാല്യൂ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് 95%-നുള്ളിലാണോ നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, അത് ഇച്ചിരി കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്, ഇച്ചിരി കൂടെ കാര്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. മറ്റേത് ഇച്ചിരി കൂടെ സിമ്പിൾ ആയിരുന്നു. ഇനി ടൈപ്പ് 2 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ direction, duration and intensity of wind. Okay, concentric circles are drawn to scale according to the wind velocity. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ്, ഇവിടെ ഉണ്ട് സർക്കിൾ ഒക്കെ, പക്ഷെ അത് വിൻഡ് വെലോസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ആ സർക്കിൾ വരയ്ക്കുന്നത്. മറ്റേത് നമ്മൾ എന്തായിരുന്നു, പെർസെൻറ്റേജ് ഓഫ് ടൈം വെച്ചിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് വിൻഡ് ഈസ് അസ്യൂം ടു സ്പ്രെഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 22.5 ഡിഗ്രി ഇൻ എ ഡയറക്ഷൻ. ഓക്കെ, പിന്നെ ഡയറക്ഷൻ നമ്മൾ മറ്റേടത്ത് വരച്ച പോലെ തന്നെ എല്ലാ 16 ഡയറക്ഷനും വരച്ചു. പക്ഷെ ഇവർ പറയുന്നത് വിൻഡിന്റെ അവിടെ ആ സ്ഥലത്ത് ആ ഒരു ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വിൻഡിന്റെ ഇൻഫ്ലുവൻസ് ആ ഡയറക്ഷൻ അപ്പുറം ഇപ്പുറം ആയിട്ട് 22.5 ഡിഗ്രിയിൽ ആ ഒരു ഇൻഫ്ലുവൻസ് അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് റേഡിയൽ ലൈൻസ് ഫ്രം സെന്റർ ആർ ഡ്രോൺ അപ് ടു മിഡ് പോയിന്റ് ഓഫ് 2 direction, thus dividing the space into 16 directions and 64 parts. ആ പറയുന്ന ഇൻഫ്ലുവൻസിന്റെയും കൂടെ
ഇൻഫ്ലുവൻസും കൂടെ നമ്മൾ റേഡിയൽ ലൈൻസ് വെച്ച് പോലെ വരയ്ക്കുവാണെങ്കിൽ മൊത്തത്തിൽ ആ 16 ഡയറക്ഷനും കാണും. മൊത്തത്തിൽ 64 പാർട്സുമായിട്ട് ആ പറയുന്ന നമ്മുടെ ഫിഗർ ഡിവൈഡ് ആവും. ഓക്കെ, അത് നമുക്ക് പാഠം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറൈസ്ഡ് ഡ്യൂറേഷൻ ഈസ് മാർക്ഡ് ഇൻ ദി റിലേറ്റഡ് സെൽ. ഓരോ സെല്ലിലും അപ്പം കുറേ പാർട്സ് ആയി ഡിവൈഡ് ആയി, അപ്പോൾ ഓരോ സെല്ലിലും അവിടുത്തെ ഡ്യൂറേഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് 2 വിൻഡ്-റോസ് ഡയഗ്രത്തിൽ പറയുന്നത്. ഓക്കെ, ഫിഗർ കണ്ടു കഴിയുമ്പോൾ എല്ലാം കുറച്ചും ക്ലിയർ ആവും. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തന്നിരിക്കുന്ന കുറച്ച് ഡാറ്റാസേ. ഈ ഡയറക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെന്താണ്, നമുക്ക് ടൈപ്പ് 1 ഈ ഒരു ഡയറക്ഷനും ലാസ്റ്റത്തെ ഈ ഒരു വാല്യൂസ് മാത്രമേ ഉള്ളായിരുന്നു. ജസ്റ്റ് ആ 2 കോളം ഉള്ളായിരുന്നു. ടൈപ്പ് 2 ചെയ്യാൻ നേരം ഇങ്ങനെ ഇത്രയും കോളത്തിന്റെ ആവശ്യം വരും. അതിൽ ഫസ്റ്റ് കോളം ഡ്യൂറേഷൻ ഓഫ് വിൻഡ് ഇൻ പെർസെൻറ്റേജ് ആണ്. ആ ഡ്യൂറേഷന്റെ വാല്യൂ തന്നെയാണ്, പെർസെൻറ്റേജിലെ വാല്യൂ തന്നെയാണ്, പക്ഷെ ഓരോ വെലോസിറ്റിയിലും ഉള്ളതാണ്. അപ്പം 6 തൊട്ട് 25 km/h പോകുന്ന വിൻഡ് അവിടെ 7.4% കാണും. ആ സെയിം ഡയറക്ഷൻ തന്നെ 25 to 40 km/h ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ പെർസെൻറ്റേജ് 2.7 ആണ്. അവിടെ തന്നെ 40 to 65 km/h വരുന്ന വിൻഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.2% ആണ്. അങ്ങനെ ഇതിന്റെ ഫുൾ ടോട്ടലാണ് ഇവിടെ നമ്മൾ 10.3 എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ഓരോ ഡയറക്ഷനിലും പല പല വെലോസിറ്റിയിലുള്ള വിൻഡിന്റെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഓരോ കോളത്തിന്റെയും ടോട്ടലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തങ്ങ് എഴുതി. ജസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, വലിയ പാടില്ല. ഓക്കെ, ഇപ്പം ലാസ്റ്റ് ഫൈന് നമുക്ക് ടോട്ടൽ ഇട്ടിരിക്കുന്നത് 86.5% എന്നാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പടം വരച്ച് നോക്കാം അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടെ നോക്കിയാൽ നമുക്ക് വിൻഡിന്റെ വെലോസിറ്റി വെച്ചാൽ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ ആ ഒരു എന്താണ് ആ ഒരു ഇന്റർവൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യം 6 വരയ്ക്കാം, പിന്നെ 25 വരയ്ക്കണം, പിന്നെ 40 കാണിക്കുന്ന രീതിയിൽ വരയ്ക്കണം, പിന്നെ 65 കാണിക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. 6 വരച്ചു, 25 ഒരു സർക്കിൾ വരച്ചു, പിന്നെ 40 km/h വെലോസിറ്റി കാണിക്കാൻ വേണ്ടി ഒരു സർക്കിൾ വരച്ചു, പിന്നെ 65 ഏറ്റവും ലാസ്റ്റ്. അത്രയും വരയ്ക്കാലോ ആദ്യമേ. എന്നിട്ട് എന്തെടുക്കണം, നമ്മുടെ ഡയറക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇപ്പൊ ഇതിൽ അവരെങ്കിലും ജസ്റ്റ് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ഡയറക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. നമ്മൾ തൊട്ട് മുന്നേത്തെ ടൈപ്പ് 1 ചെയ്ത പോലെ തന്നെ വരച്ചു. ഓക്കെ, അപ്പൊ കോൺസെൻട്രിക് സർക്കിൾസ് വിൻഡ് വെലോസിറ്റിയാണ്, വിൻഡ് ഇന്റൻസിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും വരച്ചല്ലോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു, ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന വിൻഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ്, അതിന് അപ്പുറം ഇപ്പുറമായിട്ട് 22.5 ഡിഗ്രിയിൽ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ വരച്ച ഒരു ലൈൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ നോർത്ത് എന്ന സ്ഥലത്ത് ഡയറക്ഷൻ ഉണ്ടാകുന്ന വിൻഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ നോർത്ത് ഡയറക്ഷൻ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു 22 ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 22.5 ഡിഗ്രി ആയിരിക്കും. ഇത് 22.5 ഡിഗ്രി. അങ്ങനെ ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ 22.5 ഡിഗ്രിയിൽ വേറൊരു കുറച്ച് റേഡിയൽ ലൈൻസും കൂടെ വന്നു. ഓക്കെ, ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന വിൻഡിന്റെ സ്പ്രെഡ് അത്രയും ഉണ്ടാകുന്നുണ്ട് 22.5 ഡിഗ്രി. അത് വെച്ചിട്ട് നമ്മൾ പിന്നീട് കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള റേഡിയൽ ലൈൻസ് വരച്ചു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതാണ് 64 പാർട്സോളം ഉണ്ട് ഇപ്പൊ ഇത്. ഇത്രയും ചെയ്തു. ഓക്കെ, അടുത്തതാണ് ഇങ്ങനെ വാല്യൂസ് എല്ലാം അങ്ങോട്ട് എഴുതി. ഏത് വാല്യൂസ് ആണോ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് നമ്മുടെ പഴയ ടേബിൾ നോക്കിയേ. 6 to 25 km/h നോർത്ത് ഡയറക്ഷനിൽ 7.4 ആണ്, മറ്റേത് 2.7 ആണ്, ഇപ്പുറം 0.2 ആണ്. അതൊക്കെ തന്നെയാണ് അപ്പുറം മാർക്ക് ചെയ്യിക്കുന്നത്. അതെ, ഈ ഒരു ഡയറക്ഷൻ നോർത്തിന്റെ ഡയറക്ഷനിലുള്ളതാണ് 7.4, 2.7, 0.2. ഓക്കെ, അടുത്ത നോർത്ത് ഈസ്റ്റിന്റെ അവിടുത്തെ വാല്യൂസ് ഒക്കെ തന്നെയാണ് കേട്ടോ. 5.7, 2.1, 0.3. അങ്ങനെ ആ ടേബിളിലുള്ള വാല്യൂസ് എല്ലാം കൂടെ എഴുതുക. എല്ലാ വാല്യൂസും ആ ഓരോ സെല്ലിലായിട്ട് എഴുതുക. ഓക്കെ, ഇനിയും എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ് വിൻഡ് ഇന്റൻസിറ്റി ആണ്, റേഡിയൽ ലൈൻസ് കാണിക്കുന്നത് വിൻഡിന്റെ ഡയറക്ഷൻ ആണ്, ഡോട്ടഡ് ലൈന്. പിന്നെ ടോട്ടൽ ഡ്യൂറേഷൻ നമ്മൾ ആ ടേബിളിൽ നിന്ന് തന്നെ ടോട്ടൽ ചെയ്ത് എഴുതിയായിരുന്നു 86.5%. ഇവിടുത്തെ കാം പീരീഡ് എത്രയായിരിക്കും, 100%. ഈ ടോട്ടൽ ഡ്യൂറേഷൻ അങ്ങ് മൈനസ് ചെയ്താൽ മതി, 13.5% കിട്ടി. ഇത്രയും ചെയ്യുക. എന്നിട്ട് നമുക്ക് വിൻഡ്-റോസ് ടൈപ്പ് 2 ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസ്പെറൻറ്റ് റെക്ടാങ്കുലർ ടെംപ്ലേറ്റ് വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് വേണം. ട്രാൻസ്പെറൻറ്റ് റെക്ടാങ്കുലർ സ്ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഇപ്പോൾ നമ്മുടെ ഒരു ഓയിൽ പേപ്പർ ഒക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തിൻ്റെങ്കിലും മേളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഉള്ളത് കാണാം, വിസിബിൾ ആകുന്ന രീതിയിലുള്ള പേപ്പർ. അതിനാണ് ട്രാൻസ്പെറൻറ്റ്, വിസിബിലിറ്റി ഉള്ള ഒരു സ്ട്രിപ്പ്, റെക്ടാങ്കുലർ സ്ട്രിപ്പ് ആയിരിക്കുന്നേ ഉള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുവാണ്. അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡ്-റോസ് ഡയഗ്രം ഉണ്ടല്ലോ, ആ ഒരു സർക്കിൾ, അതിന്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കണം ഈ പറയുന്ന ട്രാൻസ്പെറൻറ്റ് റെക്ടാങ്കുലർ ടെംപ്ലേറ്റിന്റെ ലെന്ത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഈക്വൽ ടു
ട്വൈസ് ഓഫ് അലോവബിൾ ക്രോസ് വിൻഡ് കമ്പോണന്റ്. അവിടുത്തെ ക്രോസ് വിൻഡ് കമ്പോണന്റിനേക്കാളും ട്വൈസ് കൂടുതലായിരിക്കണം ആ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിന്റെ എന്താണ് വിഡ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ക്രോസ് വിൻഡ് കമ്പോണന്റ് നമ്മൾ എത്രയാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്, 25 km/h ആണ് അല്ലേ. നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അപ്പൊ 25ന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 25 × 2, അപ്പോൾ 50 ആയിരിക്കണം അവിടുത്തെ വിഡ്ത്ത് ഓഫ് സ്ട്രിപ്പ്. ഇവിടുത്തെ കേസിൽ നമുക്ക് 50 എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു കേസിൽ ആ സർക്കിളിന്റെ ഡയമീറ്റർ തന്നെയല്ലേ അല്ലേ. കാര്യം നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ 25 cm നമ്മൾ വരയ്ക്കുന്നത്, ആ സ്കെയിലായിരിക്കുമല്ലോ വരയ്ക്കുന്നത്. അപ്പം 2 × 25 എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആയി മാറും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്ററിനോട് ഈക്വൽ ആകും ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ട്രാൻസ്പെറന്റ് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് ഡയഗ്രത്തിന്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കണം എന്നും വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times അവിടുത്തെ ക്രോസ് വിൻഡ് ആയിരിക്കണം എന്നും പറഞ്ഞു. ഇനി Windrow's diagram is fixed in position and the template is placed above it such that the center of template coincide with the center of the diagram. ഇനി അപ്പോൾ Windrow's diagram നമ്മൾ പ്രോപ്പർ ആയിട്ട് വെച്ചു. അതിന്റെ മേലൂടെ നമ്മുടെ ഈ റെക്ടാങ്കുലർ ട്രാൻസ്പെറന്റ് സ്ട്രിപ്പ് ഇല്ലേ, അത് അതിന്റെ മേലോട്ട് വെച്ചു. ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ Windrow's diagrത്തിന്റെ സെന്ററും ഈ പറയുന്ന നമ്മുടെ ടെംപ്ലേറ്റിന്റെ സെന്ററും ഒരേപോലെ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. അതിന്റെ ഫിഗർ കാണിക്കാവേ. ഇതാണ് സംഭവം. ഇപ്പൊ ഈ ഒരു പച്ച സാധനം എന്ന് പറയുന്നത് നമ്മുടെ ആ ടെംപ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു കേട്ടോ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഓയിൽ പേപ്പർ പോലെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് പേപ്പർ എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ സെന്റർ ലൈൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡ്രോസ് ഡയഗ്രത്തിന്റെ സെന്ററിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. പിന്നെ നോക്കിയത് ഇതിന്റെ ലെന്ത് എന്ന് വെച്ചാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഡയമീറ്ററിനേക്കാളും കൂടുതലാണ് അല്ലേ. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സെക്കൻഡ് സർക്കിളിന്റെ അത്രയുണ്ട്. വിഡ്ത്ത് ഓഫ് ദി സെക്കൻഡ് സർക്കിൾ അതിന്റെ ആ ഡയമീറ്ററിന് അത്രയുണ്ട്. ഓക്കെ, അതെല്ലാം പ്രോപ്പർ ആയിട്ട് മനസ്സിലായല്ലോ. പിന്നെ ഇതിന് കറക്റ്റ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതിനെ സെൻട്രലിലോട്ട് മാർക്ക് ചെയ്യും, സെൻട്രലിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. ഇനി ഇത് വെക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡയറക്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഓരോ ഡയറക്ഷനിലും വരുന്ന രീതിയിൽ, അപ്പോൾ ഇതിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ആ ഓരോ ഡയറക്ഷൻ, ഇപ്പൊ ഇത് നോർത്ത് ഡയറക്ഷനോട് നേരെ പാരലായിട്ടല്ല വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നോർത്ത് ഡയറക്ഷനിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതി, നോർത്ത് സൗത്ത് ഡയറക്ഷനെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലല്ലേ ഇതിന്റെ സെൻട്രൽ ലൈൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കുക. ഓക്കെ, ആദ്യമേ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അതിന്റെ സെൻട്രൽ ലൈൻ വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം പറയാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയുവാണ്. ദ സെൻട്രൽ ലൈൻ ഓഫ് ദി ടെംപ്ലേറ്റ് ഷുഡ് പാസ് ത്രൂ എ ഡയറക്ഷൻ. ഏതിലൊരു ഡയറക്ഷനിൽ കൂടെ പാസ് ചെയ്യിക്കുക. ദ ടെംപ്ലേറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ പൊസിഷൻ ആൻഡ് ദി സം ഓഫ് ദി ഡ്യൂറേഷൻ ഷോൺ ഇൻ സെൽസ് സൂപ്പർ ഇമ്പോസ്ഡ് ബൈ ദി ടെംപ്ലേറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. എന്താണ് ഈ ടെംപ്ലേറ്റ് കറക്റ്റ് പൊസിഷൻ വെച്ച് കഴിഞ്ഞിട്ട് ആ ടെംപ്ലേറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന നമ്മുടെ വിൻഡ്രോസ് ഡയഗ്രത്തിലെ ഡ്യൂറേഷന്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, ഇതിങ്ങനെ വെച്ചല്ലോ, കറക്റ്റ് ആ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറക്റ്റ് സെൻട്രൽ ലൈൻ വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് ആ ടെംപ്ലേറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് ഏതൊക്കെ ഡ്യൂറേഷനാണ് ഉള്ളത്, ഈ 0.3 പ്ലസ് ഈ ഒരു ടെംപ്ലേറ്റിന്റെ ഉള്ളിൽ വരുന്ന ഡയറക്ഷൻസ് എല്ലാം ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ, ഡ്യൂറേഷൻസ് എല്ലാം ആഡ് ചെയ്യുക. 0.3 പ്ലസ് 0.2 പ്ലസ് 0.3, പിന്നെ ഇത് ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു ചെറിയ പോർഷൻ ആണെങ്കിൽ പോലും ആ 0.6 ആഡ് ചെയ്യണം. പ്ലസ് 0.9, 2.1, 2.7, 1.3, ഇവിടുത്തെ 0 ആണ്, പിന്നെ പ്ലസ് 1.9, പിന്നെ ഇവിടുത്തെ 0.1, 0.2, 5.3. ഇത് അങ്ങനെ ഈ ഒരു സ്ട്രിപ്പിന്റെ ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും വരുന്ന എല്ലാ ഡ്യൂറേഷൻസും ആഡ് ചെയ്യുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. എല്ലാ ഡ്യൂറേഷൻസും ആഡ് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത് ദ സം ഓഫ് ഡ്യൂറേഷൻ ഷോൺ ഇൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സമ്മ് കണ്ടുപിടിച്ചു. ആ ഒരു ടെംപ്ലേറ്റ് ഇരിക്കുന്ന അത്രയും പോർഷന് സമ്മ് കണ്ടുപിടിച്ചു. അപ്പം ആ സമ്മ് എന്ന് പറയുന്നത് ആ ഡയറക്ഷനിലുള്ള ടോട്ടൽ വിൻഡ് കവറേജ് ആണ്. അങ്ങനെ നമ്മൾ എന്തെടുക്കണം, ആ ടെംപ്ലേറ്റിനെ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അടുത്ത ഡയറക്ഷനോട്ട് വെക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അവിടത്തെയും വിൻഡ് കവറേജ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ നമ്മുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ആ സം എല്ലാം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സം എന്ന് പറയുന്നത് ടോട്ടൽ ഡ്യൂറേഷൻ അണ്ടർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 83.90 കിട്ടും. അപ്പം നമുക്ക് അവിടുത്തെ കാമ്പിയുടെ നേരത്തെ അറിയാം എത്രയാണ്, 13.5%. അതിൽ ചേഞ്ച് ഒന്നും ഇല്ല, അത് അതേപോലെ എഴുതി. ഇനി അവിടുത്തെ ടോട്ടൽ ഡ്യൂറേഷൻ അലോങ് നോർത്ത് സൗത്ത് ഡയറക്ഷനുള്ള ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതേ പ്ലസ് ഇതാണ്. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ അണ്ടർ സ്ട്രിപ്പ് പ്ലസ് കാമ്പിയുടെ ചെയ്യുക. അപ്പം 97.40 എന്ന് കിട്ടും. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് മിനിമം വിൻഡ് കവറേജ് എത്ര വേണം എന്നാണ്, 95%. ഇപ്പം ഇവിടെ എത്ര കിട്ടി ഡ്യൂറേഷൻ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എത്ര ഡ്യൂറേഷൻ കിട്ടിയത്, 97. അപ്പോൾ 97 ഈസ് ഗ്രേറ്റർ ദാൻ 95%. അപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ആ ഡയറക്ഷൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതങ്ങനെ വെച്ചു. നമുക്ക് അത് ഫൈനൽ ആക്കി വെക്കാൻ പറ്റുമോ, ഇല്ല. അത് ഈ കിട്ടുന്ന 97നേക്കാളും കൂടുതൽ ഇനി വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ കിട്ടുമോ ഇല്ലെന്ന് അറിയണം. അപ്പം നമ്മൾ എന്തെടുക്കും, ഈ സ്ട്രിപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റും എങ്ങനെ വരും,
സൗത്ത് വെസ്റ്റും ആ ഡയറക്ഷനിലോട്ട് ആ പറയുന്ന സ്ട്രിപ്പ് തിരിക്കുക, സെയിം പ്രൊസീജിയർ ചെയ്യുക. അപ്പം അതാണ് എഴുതിയിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ ഇസ് അഡോപ്റ്റഡ് ഫോർ ഓൾ ദി ഡയറക്ഷൻ. ദ ഡയറക്ഷൻ വിച്ച് ഗീവ്സ് ദി മാക്സിമം വിൻഡ് കവറേജ്. ആ പെർസെൻറ്റേജിന്റെ വാല്യൂ ഉണ്ടല്ലോ, അത് ഏറ്റവും മാക്സിമം കിട്ടുന്നതായിരിക്കും സ്യൂട്ടബിൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് എ സിമ്പിൾ റൺവേ ഇസ് നോട്ട് സഫിഷ്യന്റ് ടു പ്രൊവൈഡ് ദി നെസസറി coverage, then 2 or more runways should be planned to get the desired coverage. ഇപ്പൊ ഇൻ കേസ് ചിലപ്പം ഏത് ഡയറക്ഷൻ നോക്കിയാലും ചിലപ്പം ഈ പറയുന്ന നമ്മുടെ വിൻഡ് കവറേജ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് ചിലപ്പം 2-3 റൺവേസ് കൊടുക്കും, അടുത്തടുത്തുള്ള 2-3 റൺവേസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അടുത്തത് അവർ നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റിലോട്ടും ആ ഒരു സെൻട്രൽ ലൈൻ വരുന്ന രീതിയിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് അവിടെയുള്ള ഡ്യൂറേഷൻസ് എല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ ഡ്യൂറേഷൻ നമുക്ക് 81 എന്ന് കിട്ടും. കാം പീരീഡ് ഇതാണ്, ടോട്ടൽ ഡ്യൂറേഷൻ അതിനോട് ആഡ് ചെയ്തുള്ള കിട്ടും. അത് എന്ന് പറയുന്നത് 94 പോയിന്റേ ഉള്ളൂ. അപ്പോൾ അത് 95നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഡയറക്ഷനോട്ട് വെക്കണം. നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും ഡയറക്ഷനോട്ട് വെച്ചു. സെയിം പ്രൊസീജിയർ, ഡ്യൂറേഷൻ എല്ലാം കണ്ടുപിടിച്ചു, കാം പീരീഡ് ഉണ്ട്, ആഡ് ചെയ്തു, അതും വിത്തിൻ ദി ലിമിറ്റ് അല്ല, നോട്ട് അക്സെപ്റ്റബിൾ. അങ്ങനെ നമ്മൾ അടുത്ത ഡയറക്ഷൻ ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റും വെസ്റ്റ് ഓഫ് സൗത്ത് വെസ്റ്റിലോട്ടും വെച്ചു. സെയിം ഡ്യൂറേഷൻ കണ്ടുപിടിച്ചു, കാം പീരീഡ് ഉണ്ട്, ടോട്ടൽ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം, അതും 95നേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്ത ഡയറക്ഷൻ ഈസ്റ്റും വെസ്റ്റും ഡയറക്ഷനിൽ വെച്ചു, അവിടെയും 80 കിട്ടുന്നുള്ളൂ, 95ക്കാളും ചെറിയ വാല്യൂ ആണ്. അങ്ങനെ നമ്മൾ എല്ലാ ഡയറക്ഷനും അതേപോലെ കണ്ടുപിടിച്ചു. ഇത് വെസ്റ്റ് ഓഫ് നോർത്ത് വെസ്റ്റും ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റിലോട്ടും വെച്ചു, 82 കിട്ടിയുള്ളൂ. അടുത്തതും നമ്മൾ തിരിച്ച് കറങ്ങി പിന്നെ നമ്മുടെ നോർത്ത് സൗത്തിലോട്ട് തന്നെ വന്നു. അത് പക്ഷെ കിട്ടുമായിരുന്നു അല്ലേ, നമ്മളെല്ലാം ഒന്നുകൂടെ ചെയ്യുക. അവിടെയും ഡ്യൂറേഷൻ നോക്കുക, ഈക്വൽ ആണ്, മീൻസ് വിത്തിൻ ദി 95നേക്കാളും കൂടുതൽ 97 ഉണ്ട്. അപ്പം ഇത്രയും ചെയ്തിട്ട് ഈ ഒരു കേസിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ വന്നുള്ളൂ. അപ്പം ആ ഒരു ആയിരിക്കണം നമ്മുടെ ഓറിയന്റേഷൻ വരേണ്ടത്. അപ്പം എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേബിൾ ഫോമിൽ എഴുതി, ഡയറക്ഷൻസ് എല്ലാം എഴുതി, വിൻഡ് കവറേജ് കിട്ടിയതെല്ലാം എഴുതി, ഇതിൽ ആപ്പാടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 97.40 എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്താണ്, ആ കിട്ടിയ 95നേക്കാളും കൂടുതൽ കിട്ടിയ വാല്യൂ അതായതുകൊണ്ട്, അത് ഒറ്റ ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ആ ഡയറക്ഷൻ നമുക്ക് എന്താണ് നമ്മുടെ റൺവേയുടെ ഓറിയന്റേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ചെയ്യുന്നത്. ടൈപ്പ് 1 ഇച്ചിരി എളുപ്പമായിരുന്നു അല്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലായി കാണും. ടൈപ്പ് 2ഉം സിമ്പിൾ തന്നെയാണ്, ഇച്ചിരി വർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്കിത് നമ്മൾ പ്രാക്ടിക്കലി ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എയർപോർട്ടിൽ ജോലി കിട്ടി, അപ്പോൾ അവിടുത്തെ വിൻഡ് കവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ സംഭവം സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ആ ഒരു അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് സ്ട്രിപ്പ് കാണും, ഇതെല്ലാം ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ കാണും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓയിൽ പേപ്പർ ആയിരിക്കില്ല, അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ട്രിപ്പ് ആയിരിക്കും. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പ്രാക്ടിക്കലി ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രിപ്പ് വെച്ചു, വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു, അതിലേറ്റവും ബെസ്റ്റ് വാല്യൂ എടുത്ത് നമ്മൾ ഓറിയന്റേഷന് വേണ്ടി എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിൻഡ് റോസ് ഡയഗ്രാം ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ റൺവേ ഓറിയന്റേഷനെ പറ്റി പറയാൻ. ഇനി ചിലപ്പോൾ നമ്മൾ ഈ റൺവേയുടെ ഓറിയന്റേഷൻ ഇൻ കേസ് നമ്മളെല്ലാം പ്രോപ്പറായിട്ടൊക്കെ ചെയ്തു വന്നാലും ചിലപ്പോൾ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഏതൊക്കെ കേസസിലാണ് അങ്ങനെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പം നമ്മൾ ഒരു ഡയറക്ഷൻ കണ്ടുപിടിച്ചു, പക്ഷെ ആ ഡയറക്ഷനിൽ എക്സസീവ് ഗ്രേഡിങ് എന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ എർത്ത് വർക്ക് റിമൂവലൊക്കെ ചെയ്യേണ്ടി വരുവാണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ അത്രയും ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാതെ വരും. അപ്പം നമ്മൾ എന്തെടുക്കും, ഇച്ചിരി മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ ഇച്ചിരി വേറെ ഒരു ഡയറക്ഷനിൽ ഇത്രയും എക്സസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ടാത്ത സ്ഥലം അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ചൂസ് ചെയ്യേണ്ടി വരും. അടുത്തത് നോയ്സിന്റെ ഒരു പ്രശ്നം കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ എന്താണ്, ആ ഒരു ഡയറക്ഷനിൽ ആ ഒരു പോർഷനിൽ റൺവേ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു എയർപോർട്ടിന് ചുറ്റിലും ഉള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലം ആയി പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ഡയറക്ഷൻ മാറ്റേണ്ടി വരും. അടുത്തത് ഒബ്സ്ട്രക്ഷൻസ്. ഇൻ കേസ് എന്തെങ്കിലും ഈ റൺവേയുടെ ഡയറക്ഷൻ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പോലും, ആ ഒരു അപ്രോച്ച് സോണിൽ ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നും നമ്മുടെ റൺവേയുടെ ഡയറക്ഷൻ മാറ്റേണ്ടി വരും, ഓറിയന്റേഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ ഇൻ കേസ് ബാക്കി എല്ലാം കൊണ്ട് വിൻഡ് കവറേജ് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടിയെങ്കിൽ പോലും ഈ പറയുന്ന എക്സസീവ് ഗ്രേഡിങ്, നോയ്സിന്റെ ഒരു പ്രശ്നവും ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിലും നമുക്ക് ആ പർട്ടിക്കുലർ ഓറിയന്റേഷൻ ചൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൺവേ ഓറിയന്റേഷനിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ, ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, നന്നായിട്ട് നോക്കുക. എന്നിട്ട് ഇതിലെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, ഏതെങ്കിലും ടൈപ്പ് 1ഓ ടൈപ്പ് 2ഓ ഏതെങ്കിലും ഒരു ടൈപ്പിൻ്റെ എങ്ങനെയാണ് ആ ഒരു വിൻഡ് റോസ് ഡയഗ്രാം വരയ്ക്കുന്നത് എന്നുള്ളത്. ഈ ഫിഗർ നോക്കി ഏതെങ്കിലും ഒരു ടൈപ്പ് 1ഓ 2ഓ
വരച്ച് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വിൻഡ്രോസ് ഡയഗ്രത്തിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പ്രോപ്പറായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.